നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2025 നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം പാറ്റേൺസിനെ പറ്റിയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ഏറ്റവും നല്ല എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. കാരണം പുതിയതായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, പുതിയതായിട്ട് എക്സാം ഇതുവരെ എഴുതിയിട്ടില്ലാത്തവരും പുതിയതായിട്ട് എക്സാം എഴുതുന്നവർക്കുമായിട്ട് ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ എക്സാം പാറ്റേൺ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ബാക്കിയും കുറച്ച് സ്ഥലങ്ങളിൽ കിട്ടും ജോലി. അത് മാത്രമല്ല നമുക്ക് ഏറ്റവും നല്ല ഡിഗ്രി ലെവൽ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. ഇപ്പോൾ LDC, LGS, OA ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി എഴുതിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പൊ അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ജോലിയും കാര്യങ്ങളും അതിന്റെ പ്രൊമോഷനും അത് എവിടെയാണ് ജോലി കിട്ടുന്നത് അതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പാറ്റേണിനെ പറ്റിയാണ്. അപ്പൊ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ഡിഗ്രി ഉള്ളവർക്കും ഇത് എഴുതാൻ പറ്റും. എനി ഡിഗ്രി എന്നാണ് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും. ഏജ് റിലാക്സേഷൻ ഒക്കെ അവരുടേതായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളും വരുമ്പോൾ അത് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അത് നോക്കുക. അപ്പൊ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ 2026 ഏപ്രിൽ വരെയാണ് ഇതിന്റെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് നിൽക്കുന്നത്. അപ്പം സാധാരണ ഇപ്പൊ PSC ഒരു ലിസ്റ്റ് കഴിഞ്ഞ് അടുത്ത ലിസ്റ്റ് അടുത്ത മാസങ്ങളിലോ അടുത്ത ദിവസങ്ങളിലോ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് തന്നെ എക്സാം നടത്താറുണ്ട്. അപ്പൊ 2026 ഏപ്രിലാണ് ലിസ്റ്റ് തീരുന്നതെങ്കിൽ ഇപ്പൊ 2025 ഏപ്രിലൊക്കെ എക്സാം നടത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ലിസ്റ്റ് അടുത്ത ലിസ്റ്റിലായിട്ട് വരത്തുള്ളൂ. അപ്പൊ എക്സാം പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് വെച്ചാൽ മാത്രമേ നമുക്ക് 2026 അടുത്ത ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSCക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു നവംബർ ഡിസംബറിൽ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഏപ്രിൽ മെയ്യിലായിരിക്കും പ്രിലിംസ് വരിക. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ മെയിൻസ് വരിക. അപ്പോൾ 2026 ഏപ്രിൽ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ എക്സാംസ് എങ്ങനെയാണെന്ന് നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ LDC, LGS പഠിക്കുന്നതിന്റെ ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചാൽ, കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പൊ ഇതിന്റെ സാധാരണ ഒരു എക്സാം എന്ന് പറയുന്നത് 100 മാർക്കാണ് പ്രിലിംസിന് വരുന്നത്. പ്രിലിംസും ഉണ്ടാവും, മെയിൻസും ഉണ്ടാവും. 2 ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ എക്സാം നടക്കുന്നത്. പ്രിലിംസിന് രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആയിരിക്കും. പ്രിലിംസ് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. മിക്കവാറും ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതാനാണ്, അല്ലാതെ എഴുതാനും ഒന്നും കാണത്തില്ല, ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ ഒന്നും കാണത്തില്ല. അപ്പോൾ പ്രിലിംസ് 100 മാർക്കിനായിരിക്കും. ഇതിൽ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള GK പാർട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാം കൂടി 50 മാർക്കിനായിരിക്കും ചോദിക്കുക. ഇംഗ്ലീഷ് 20, മാത്സ് 20, മലയാളം 10 മാർക്ക് അങ്ങനെയായിരിക്കും ചോദിക്കുക. ബാക്കിയുള്ള 50 മാർക്ക് എന്ന് പറയുമ്പോൾ ബാക്കി GKയും സയൻസും ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതില് കറണ്ട് അഫയേഴ്സും കൂടെ, കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ടല്ല, എന്ത് ടോപ്പിക് GKയിൽ പഠിക്കുന്നു അതിന്റെ കൂടെ അതിന്റെ കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് സിലബസ് ഒക്കെ പഴയ സിലബസ് തന്നെയാണ്. അപ്പൊ ഈ സിലബസ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇടുവാണെങ്കിൽ നമ്മളൊക്കെ അതനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ കോമൺ ഡിഗ്രി ലെവൽ എക്സാമിനുള്ള സിലബസ് തന്നെയാണ് നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നത്. അപ്പൊ 2024 കോമൺ പ്രിലിമിനറി ഡിഗ്രി ലെവൽ എക്സാം സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ച് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഇനി അത് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പ്രിലിംസിന്റെ സിലബസിൽ മാറ്റം വരാൻ സാധ്യതയില്ല. മെയിൻസിന്റെ സിലബസിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കും. അപ്പൊ നമുക്ക് അത് അനുസരിച്ച് പഠിക്കാം. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള സിലബസ് തന്നെയാണ്. LSGSന് ഇപ്പൊ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിനും സെയിം സിലബസ് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പ്രിലിംസിന് 100 മാർക്ക് ഉണ്ട്, അതുപോലെ മെയിൻസിനും 100 മാർക്ക് ഉണ്ടാവും. കട്ട് ഓഫിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും എന്തായാലും നല്ല കട്ട് ഓഫ് തന്നെയാണ് വരുന്നത്. നമ്മൾ നെഗറ്റീവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 മാർക്ക് വെച്ചിട്ട് 1 മാർക്കാണ്. അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 1/3 ആയിട്ടാണ് വരുന്നത്. അതായത് 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ 1 മാർക്ക് പോകും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ 1/3 ആണ്. 1 മാർക്ക് ഒരു ശരി ഉത്തരത്തിന് ലഭിക്കും. ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടാണ്
ഇത് വ്യക്തമായിട്ട് പറയുന്നത്. മാത്രമല്ല ഇതിന്റെ ഒരുപാട് പേര് ചോദിച്ചു ഇത് മലയാളത്തിലാണോ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിലാണോ ക്വസ്റ്റ്യൻ പേപ്പർ? ഇംഗ്ലീഷിലും ഉണ്ടാവും, മലയാളത്തിലും ഉണ്ടാവും. പക്ഷേ ഇംഗ്ലീഷിൽ വായിച്ച് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ച് ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് അവർ ആ ഇംഗ്ലീഷിന്റെ മലയാളം എഴുതുന്നത്. മീൻസ് ടൈപ്പ് ചെയ്ത് അവര് PSC-കാര് ഒരു ഇംഗ്ലീഷിലാണ് അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, അത് മലയാളം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് അത് മലയാളത്തിലേക്ക് ആ ക്വസ്റ്റ്യൻ വിവർത്തനമായിട്ട് എഴുതുന്നത്. അപ്പൊ അതില് ഗൂഗിൾ എന്താണോ പറയുന്നത് അതിന്റെ വാക്കുകളായിരിക്കും കിട്ടുന്നത്. നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെ എന്ത് കാര്യങ്ങളായാലും അതിന്റെ എന്താണോ ആ ഇംഗ്ലീഷ് അതിന്റെ കറക്റ്റ് മലയാളമാണ്. അല്ലാതെ നമ്മൾ മലയാളത്തിൽ പഠിച്ചത് തന്നെ ചോദിക്കണമെന്നില്ല. സോ അതുകൊണ്ട് എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെ വായിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യന്റെ മലയാളം എന്താണെന്ന് നോക്കുക. ഒരു പേപ്പറിൽ ഒരു പേജിൽ ഇംഗ്ലീഷും അതേ അതിന്റെ അടുത്ത പേപ്പറിൽ അതേ ക്വസ്റ്റ്യന്റെ മലയാള വിവർത്തനമാണ് ഉണ്ടാവുക. അപ്പം മലയാളം മാത്രം വായിച്ചു പോകാതിരിക്കും. എനിക്ക് തോന്നുന്നു ആൻസർ എടുക്കുന്നത് ഫൈനലായിട്ട് എടുക്കുന്നത് ഒരു ഇംഗ്ലീഷിന്റെ തന്നെ ആയിരിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണല്ലോ എഴുതുന്നത്. ഇപ്പൊ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷിൽ തന്നെ ആൻസർ എഴുതാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ മെയിൻസും എത്രയാണെന്ന് വെച്ചാൽ 100 മാർക്കിന് തന്നെയാണ്. അപ്പൊ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരുന്നത് കാരണം കുറച്ച് പ്രിലിംസിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരാട്ടോ. അപ്പം ഇതിലും മെയിൻസിലും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഉണ്ട്, GK ഉണ്ട്. കുറച്ച് ടോപ്പിക്ക് കുറച്ചുകൂടി വലുതായിട്ട് പഠിക്കണം. ഇതിൽ കുറച്ച് മെയിൻസിന്റെ ടോപ്പിക്കില് കുറച്ച് സുപ്രധാന നിയമങ്ങളും ആക്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ആക്റ്റിന് ഇനി വ്യത്യാസം വരുമോ എന്ന് നമുക്കറിയില്ല. ഇനി അടുത്ത സിലബസ് ഇനി അവർ മാറ്റുകയാണെങ്കിൽ സിലബസിന് വ്യത്യാസം, ഇല്ലെങ്കിൽ ഈ സിലബസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പൊ അതിലും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം സെയിം തന്നെയാണ്. GK കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എക്സാം കിട്ടത്തുള്ളൂ. സാധാരണ ഒരു എക്സാം പോലെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അപ്പൊ അതുപോലെ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ വന്നിട്ടില്ല. നമ്മൾക്ക് ഒരു നവംബർ, ഡിസംബർ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നേരത്തെ വരാനായാലും മതി. സിലബസിന്റെ കാര്യം ഇത് തന്നെയാണ്. GK, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സുപ്രധാന നിയമങ്ങൾ, ആക്ട് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് മെയിൻസിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ പഠിക്കാൻ സമയമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പില് നിങ്ങൾക്ക് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിന്റെ അഡ്മിഷനും നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പിന്റെ ഹോം പേജ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സെക്രട്ടറി ടെസ്റ്റിന്റെ സ്ക്രീൻ കാർഡിൽ കാണാൻ പറ്റും. ഒരു സെക്രട്ടറി ടെസ്റ്റ് എന്നൊരു കാർഡ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക, അതിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പോട് കൂടിയ ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫുൾ പ്രിലിംസ്, മെയിൻസ് കവർ ചെയ്യും. ഇപ്പോൾ ഉള്ള സിലബസ് വെച്ച് മെയിൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മെയിൻസിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഫാക്കൽറ്റീസ് വളരെ നല്ല ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. SCRT, NCRT. ഇപ്പോൾ SCRT കിട്ടും, NCRT കിട്ടും, വീഡിയോ ക്ലാസ് കിട്ടും, ലൈവ് ക്ലാസ് കിട്ടും, പിന്നെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എന്താണ്, ഇതിന്റെയൊക്കെ PDF നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഡെയിലി എക്സാംസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ടാവും, ഓരോ ടോപ്പിക്കിനും ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും. അപ്പോൾ ഇത് പഠിക്കാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.